ഹെമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങൾ. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ ആരാകുന്നു? കള്ളനും കവർച്ചക്കാരനും. തന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്തുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ ഉയർത്തെഴുന്നേറ്റ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് ഏത് വാക്കുകളോടെയാണ് അവരെ വന്ദിച്ചത്? നിങ്ങൾക്ക് സമാധാനം. ആദിയിൽ ഉണ്ടായിരുന്നതെന്ത്? വചനം. യേശുവിനെയും ശിഷ്യന്മാരെയും എവിടെയുള്ള കല്യാണത്തിനാണ് ക്ഷണിച്ചത്? ഗലീലയിലെ കാനായിൽ. വാതിൽ കാവൽക്കാരൻ ആർക്കാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്? ആടുകളുടെ ഇടയന്. കാഴ്ചപ്രകാരം വിധിക്കാതെ എങ്ങനെ വിധിപ്പീൻ എന്നാണ് യേശു പറഞ്ഞത്? നീതിയുള്ള വിധി വിധിപ്പീൻ. പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ സുഖപ്പെടുത്താൻ യേശു എന്താണ് ചെയ്തത്? അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിൽ പൂശി. പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇവർക്ക് തിന്നാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് യേശു ആരോട് ചോദിച്ചു? ഫിലിപ്പോസിനോട്. ഏക സത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ എന്താകുന്നു? നിത്യജീവൻ ആകുന്നു. ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതെന്ത്? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോക എന്ന് യേശുവിനോട് പറഞ്ഞതാര്? യേശുവിന്റെ സഹോദരന്മാർ. ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ ആരായിരുന്നു? കയ്യഫാവ്. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? പ്രാവുകളെ വിൽക്കുന്നവരോട്. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് യാക്കോബിന്റെ ഉറവിനരികെ ഇരുന്നത് എത്രാം മണി നേരത്തായിരുന്നു? ഏകദേശം 6 മണി നേരത്ത്. പിതാവിനോടുള്ള മഹാപുരോഹിത പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു ശിഷ്യന്മാരുമായി എവിടേക്ക് പോയി? കിദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം എങ്ങനെയാണ് അവനെ എതിരേറ്റത്? ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേറ്റു. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, എന്തിനു വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പീൻ എന്നാണ് യേശു പറഞ്ഞത്? നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട്. ബേഥെസ്ദ കുളം എവിടെയായിരുന്നു?
യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ച യോഹന്നാന്റെ 2 ശിഷ്യന്മാരിൽ ഒരാൾ ആരായിരുന്നു? ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ്. യേശു ബേഥേസ്ദാ കുളത്തിനരികെ കണ്ട രോഗിയോട് എന്ത് ചെയ്യാൻ കൽപ്പിച്ചു? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് കൽപ്പിച്ചു. മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് യേശു പുറത്തു വന്നപ്പോൾ പീലാത്തോസ് യഹൂദന്മാരോട് പറഞ്ഞതെന്ത്? ആ മനുഷ്യൻ ഇതാ. സാക്ഷാൽ മുന്തിരിവള്ളിയും തോട്ടക്കാരനും ആരെല്ലാമാണ്? യേശു സാക്ഷാൽ മുന്തിരിവള്ളിയും തന്റെ പിതാവ് തോട്ടക്കാരനും. അത്താഴമായപ്പോൾ യൂദാ ഇസ്കര്യോത്താവിന്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ തോന്നിപ്പിച്ചത് ആരാണ്? പിശാച്. യേശുവിന്റെ ക്രൂശിന്മേൽ പതിപ്പിച്ച മേലെഴുത്ത് ഏതെല്ലാം ഭാഷകളിൽ എഴുതിയിരുന്നു? എബ്രായ, റോമ, യവന ഭാഷകളിൽ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്ന് ലോകത്തിന് ബോധം വരുത്തുന്നത് എന്തിനെക്കുറിച്ചാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ലാസറിന്റെ സഹോദരിമാരിൽ ആരാണ് യേശുവിനെ എതിരേൽപ്പാൻ വന്നത്? ആരാണ് വീട്ടിൽ ഇരുന്നത്? മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയ വീട്ടിൽ ഇരുന്നു. യേശുവിനെ ക്രൂശിക്കാൻ പടയാളികൾ എവിടേക്കാണ് കൊണ്ടുപോയത്? എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക്. തിബരിയാസ് കടൽക്കരയിൽ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് എത്രാം തവണയാണ്? യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 3-ാം തവണ. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി എന്ത് കൈക്കൊള്ളുവീൻ എന്നാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. യേശുവിനെ അടക്കം ചെയ്യാൻ വേണ്ടി 100 റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ടുമായി വന്നതാര്? നിക്കോദേമോസ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ശിഷ്യന്മാരെ എങ്ങോട്ടാണ് വഴി നടത്തുന്നത്? സകല സത്യത്തിലും വഴി നടത്തും. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു പത്രോസിനോട് എന്ത് ചെയ്യാനാണ് 1-ാം പ്രാവശ്യം ആവശ്യപ്പെട്ടത്? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. രക്ഷ എവിടെ നിന്ന് വരുന്നു എന്നാണ് യേശു ശമര്യക്കാരത്തിയോട് പറഞ്ഞത്? യഹൂദന്മാരുടെ ഇടയിൽ നിന്ന്. ഇതാ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നഥനയേലിനെ കുറിച്ച്. സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും. യേശുവും ശിഷ്യന്മാരും യഹൂദ്യദേശത്ത് വന്ന് സ്നാനം കഴിപ്പിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ എവിടെയാണ് സ്നാനം കഴിപ്പിച്ചിരുന്നത്? ശലേമിന് അരികത്ത് ഐനോനിൽ. യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത പുതിയ കൽപ്പന എന്ത്?
നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കേണ്ടതിന് എന്തു ചെയ്യുന്നു? ചെത്തി വെടിപ്പാക്കുന്നു. വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ ആരെല്ലാമാണ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്? ശാസ്ത്രിമാരും പരീശന്മാരും. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ത്? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതാര്? യോഹന്നാൻ സ്നാപകൻ. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതെന്തിന്? ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. ദൈവരാജ്യം കാണുവാൻ എന്ത് ചെയ്യണമെന്നാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്? പുതുതായി ജനിക്കണം. യേശു രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കിയത് എവിടെ വെച്ച്? ഗലീലയിൽ വെച്ച്. പെസഹയിൽ ആരെ വിട്ടുതരാനാണ് യഹൂദന്മാർ ആവശ്യപ്പെട്ടത്? ബറബാസിനെ. രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യൻ ആയിരുന്നതാര്? അരിമത്യയിലെ യോസഫ്. കൽത്തളം എന്ന വാക്കിന്റെ എബ്രായ പദം ഗബ്ബഥ. ഒരുവൻ വളരെ ഫലം കായ്പാൻ എന്തു ചെയ്യണം? ഒരുവൻ യേശുവിലും യേശു അവനിലും വസിക്കണം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദയവായി ഈ ചാനലിന്റെ ഫീഡ്ബാക്ക് തരിക.